അമേരിക്കൻ മേക്ക് ബ്രിട്ടീഷ് നേവി, റോയൽ നേവിയുടെ F-35B എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു ഒഫീഷ്യലി അത് ടെക്നിക്കൽ ഗ്ലിച്ചസ് ആണ്, അതിനകത്ത് ഇന്ധനം പോരാതെ വന്നു, ഹൈഡ്രോളിക് ഇഷ്യൂ ആണ് കാരണം. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻ്റാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ബ്രിട്ടീഷ് ആർമിയും ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അവരുടെ വെയിൽസ് എന്ന് പറയുന്ന അവരുടെ എയർക്രാഫ്റ്റ് കരിയർ, മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ബ്രിട്ടനും സൗഹൃദ രാഷ്ട്രമാണ്. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറഞ്ഞ ആ രാജ്യത്തെ, അപ്പം അവിടുത്തെ ഒരു എയർക്രാഫ്റ്റ് കരിയർ, അതായത് വിമാനവാഹിനി കപ്പൽ ഇന്ത്യയുടെ അതിർത്തിയിലൂടെ പോകുമ്പോൾ അത് വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ഡിഫൻസിനെയും ഇന്ത്യ ഗവൺമെൻറ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും മുഴുവൻ ഇവർ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും. എന്നിട്ടാണ് ഷിപ്പ് ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് വരുന്നത്. ഇപ്പം ഇന്ത്യ അങ്ങോട്ട് പോയാലും ഇത് മുഴുവനും ചെയ്ത ശേഷമാണ് ആ ഓരോ രാജ്യത്തോട്ടും പോകുമ്പോഴും നേരത്തെ പറഞ്ഞിരിക്കുക ഇങ്ങനെ വാർഷിപ്പ് വരുന്നുണ്ട്, അവരുടെ നേവൽ എക്സർസൈസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര എയർക്രാഫ്റ്റ് ഉണ്ട്, ഇത്ര ജോലിക്കാരുണ്ട്. ഇപ്പം എന്തെങ്കിലും എമർജൻസി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സഹായിക്കണം. അവിടുത്തെ നേവി ആണെങ്കിലും കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും അവർ സഹായിക്കണം. ഇത് സഹായമായിട്ടാണ് ബേസിക്കലി പല വാർഷിപ്പുകൾ, പല എക്സസൈസിന് പോകുമ്പം ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്കും ആ രാജ്യത്തിൻ്റെ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇൻഫോം ചെയ്യുന്നത്.